ഈ ഒരു ബോൾഡ് ലീഫ് വരയ്ക്കാൻ വലിയ ടാലൻ്റുള്ള ആർട്ടിസ്റ്റ് ആകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ ഒരു ട്രിക്ക് മാത്രം യൂസ് ചെയ്താൽ ബിഗിനേഴ്സിന് പോലും ഈസിയായി ഡ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു ലീഫാണിത്. ഇതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു ബേസ് ലൈൻ കൊടുക്കാം. പിന്നീട് നമുക്കിതിൻ്റെ രണ്ട് സൈഡിലും ലീഫുകൾ സെറ്റ് ചെയ്യണം. ലീഫുകൾ സെറ്റ് ചെയ്യാനായി നമുക്ക് ഓരോ സി ഷേപ്പുകൾ അടുത്തടുത്ത് വരുന്ന രീതിയിൽ ഒരേ ഗ്യാപ്പിൽ തന്നെ വരച്ചെടുക്കുക. അതോടൊപ്പം തന്നെ ഈ സി ഷേപ്പ് വരയ്ക്കുമ്പോൾ എപ്പോഴും കുറച്ച് ടേൺ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ വേണം വരച്ചെടുക്കാൻ. സ്ട്രെയിറ്റ് ആയിട്ട് സി ഷേപ്പ് നിങ്ങൾ വരയ്ക്കരുത്. അപ്പോൾ നമുക്ക് ഈ ലീഫുകൾ കറക്റ്റ് കിട്ടില്ല. അതിനാണ് കുറച്ച് ടേൺ ചെയ്ത് വരയ്ക്കാൻ പറയുന്നത്. പിന്നീട് നമുക്ക് ഓരോ സി ഷേപ്പുകളും വീഡിയോയിൽ കാണുന്നത് പോലെ ജോയിൻ ചെയ്താൽ പെറ്റൽസുകൾ റെഡിയായി കിട്ടും. രണ്ട് സൈഡ് പെറ്റൽസ് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ഡാക്കൺ ചെയ്യാം. ഡാക്കൺ ചെയ്യുമ്പോൾ എപ്പോഴും ഒറ്റ സ്ട്രോക്കിൽ തന്നെ ഡാക്കൺ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കളർ വരുമ്പോഴും കാണാൻ ഭംഗിയായിരിക്കും. അതുപോലെ നമ്മൾ വരച്ച് സെറ്റ് ചെയ്യുമ്പോഴും നമുക്ക് കൂടുതൽ ഭംഗിയായി കിട്ടും. ഉള്ള ബോൾഡ് ലീവ്സും ഫ്ലവേഴ്സും ഷെയ്ഡിങ് ടെക്നിക്സ് എല്ലാം ഉൾപ്പെടുന്ന ഒരു അറബിക് സ്റ്റൈലിന് വേണ്ടി മാത്രമുള്ള ഒരു ക്ലാസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് DM ചെയ്യാം. ഇതിൽ ദുബായ് സ്റ്റൈൽ, ഫ്ലോറൽ, കലീജി പെടുന്ന ഒരു ക്ലാസ്സാണ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ DM ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ സെൻഡ് ചെയ്ത് തരാം. ഇപ്പം നമ്മുടെ ബോൾഡ് ലീഫ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ലീഫിന് തന്നെ വേറൊരു ലുക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതെല്ലാ ലീഫിൻ്റെയും ടിപ്പ് ഒന്ന് ഡ്രാഗ് ചെയ്ത്, അതായത് താഴേക്ക് നിൽക്കുന്ന രീതിയിലേക്ക് ഡ്രാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലീഫിനെ വേറൊരു ലുക്കിലേക്ക് മാറ്റാൻ പറ്റും. ഇതൊരു ഈസി മെത്തേഡാണ് ഈ ബോൾഡ് ലീഫ് വരയ്ക്കുന്ന. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ ഇതിന് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുതേ.